ശിർക്കാകുന്നു. എന്നാൽ ചില ആളുകൾ ഇപ്പോ ശിർക്കിന്റെ ഗൗരവം കുറക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ വേദിയിലിരിക്കുന്ന ഒരാൾ തന്നെ എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നത് എന്താ? അമുസ്ലിമായ ഒരാൾ ശിർക്ക് ചെയ്താൽ അയാൾ ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ മാത്രമേ അയാളുടെ ആ പാപം അത് പൊറുക്കപ്പെടുകയുള്ളൂ. എന്നാൽ മുസ്ലിമായ ഒരാൾ ശിർക്ക് ചെയ്താൽ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ മതി, ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് വീണ്ടും പ്രവേശിക്കേണ്ടതില്ല എന്ന് ധ്വനിപ്പിക്കുന്ന രൂപത്തിൽ അദ്ദേഹം വ്യക്തമായി എഴുതുകയുണ്ടായി. യഥാർത്ഥത്തിൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യമാണ്. അത് ചെയ്താൽ വീണ്ടും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് തിരിച്ചു വരേണ്ടതാണ് എന്നാണല്ലോ നാം പഠിച്ചിട്ടുള്ളത്. ഇത്രയും ഗൗരവം കൂടിയ ശിർക്കിനെ ലാഘവവൽക്കരിച്ചുകൊണ്ട് എന്തും ഏതും ശിർക്കായി ചിത്രീകരിക്കുന്ന ഒരു സ്വഭാവം മുസ്ലിമീങ്ങളിലെ മുഖ്യധാര മുഴുവനും മുശ്രിക്കുകളാണെന്നും, ലോകത്ത് ഹജ്ജിന് വരുന്ന ആളുകൾ അതിൽ 5 ലക്ഷം മാത്രമേ മുസ്ലിമികളായിട്ടുള്ളൂ, ബാക്കിയുള്ളതെല്ലാം അബൂജഹലിന്റെ ആളുകളാണെന്ന് പറയാൻ പോലും ചില ആളുകൾ ശ്രമം നടത്തുകയുണ്ടായി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് പറഞ്ഞതെന്നോ? വഇന്നി വല്ലാഹി ലാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദി. ഇമാം ബുഖാരി ധാരാളം സ്ഥലങ്ങളിൽ ഉദ്ധരിച്ച ഹദീസാണ്. അല്ലാഹുവാണ് സത്യം, നിങ്ങളുടെ മേൽ ഞാൻ ശിർക്ക് ചെയ്യുമെന്നല്ല ഭയപ്പെടുന്നത്. വ്യാപകമായ ഈ ശിർക്ക് ഈ സമൂഹത്തിൽ നിലനിൽക്കുകയില്ല എന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. ചില ആളുകൾ, ചില ഗോത്രങ്ങൾ ഒക്കെ ശിർക്ക് ചെയ്യുകയില്ല എന്നല്ല, വ്യാപകമായ ശിർക്ക്. ഇവിടെ ചില ആളുകൾ പ്രചരിപ്പിക്കപ്പെടുന്നതനുസരിച്ച് മുസ്ലിംകൾ, ലോക മുസ്ലിമീങ്ങളിൽ ബഹുഭൂരിപക്ഷവും ശിർക്ക് ചെയ്യുന്ന കഠിന മുശ്രിക്കുകളാണ്. നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സംവാദം നടത്തേണ്ടി വന്നത്? നമ്മുടെ ഉപ്പാപ്പമാർ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു ജീവിച്ചവരാണ്, അത് പഠിച്ച ആദർശമനുസരിച്ച് ജീവിച്ചവരാണ്, അവർ ബുർദ ചൊല്ലിയവരാണ്, അവർ മങ്കൂസ് മൗലിദ് ഓതിയവരാണ് എന്ന കാരണത്താൽ അവരെ കുറിച്ച് അബൂജഹലിനെ പോലെയാണ് എന്നല്ല, അബൂജഹലിനേക്കാൾ കടുത്ത മുശ്രിക്കുകളാണ് എന്ന് എല്ലാ ദിവസവും എന്നോണം പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആദർശ ഭീകരത നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് മരിച്ചുപോയ നമ്മുടെ ഉപ്പാപ്പമാർ ഹബീബായ റസൂലിനോടുള്ള സ്നേഹം കാരണമായി യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചതിന്റെ പേരിൽ ആ ഹബീബായ നബിയെ ക്രൂശിക്കുവാനും അവിടുത്തെ കഷ്ണം കഷ്ണമായി നുറുക്കുവാനും വേണ്ടി ജീവിതം മുഴുവൻ പ്രവർത്തിച്ച അബൂജഹലിനെ പോലെയാണ് എന്നല്ല ചില ആളുകൾ പറഞ്ഞത്, മറിച്ച് അബൂജഹലിനേക്കാൾ കടുത്ത മുശ്രിക്കുകളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇന്നമാ അതഖവ്വഫു അലൈക്കും റജുലൻ ഖറഅൽ ഖുർആൻ. ഞാൻ പേടിക്കുന്നത് ഒരാളെയാണ്, അയാൾ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതും. ഹത്താ ഇദാ റുഇയ അലൈഹി ബഖ്ജതുഹു, അതിന്റെ പ്രഭ അയാളുടെ മുകളിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് അയാൾ ഖുർആൻ ഒരു പണ്ഡിതനായി അവരോഹണം ചെയ്യപ്പെടുന്ന സമയത്ത് രണ്ടും നമുക്ക് പ്രയോഗിക്കാം. വകാന ലിദ് അൽ ഇസ്ലാം, അങ്ങനെ അയാൾ ഇസ്ലാമിന്റെ സഹായിയും ഇസ്ലാമിന്റെ ആളുമായി ചിത്രീകരിക്കപ്പെടുമ്പോ അയാൾ ബിദ്അത്തിലേക്ക് വഴുതി വീഴുന്നു. അങ്ങനെ തന്റെ സ്വന്തം സഹോദരനെ കുറിച്ച്, മുസ്ലിമായ സഹോദരനെ കുറിച്ച് ശിർക്കാരോപണത്തിന്റെ ഉമ്മാക്കിയുമായി അവൻ കടന്നു വരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ച പ്രവചനം നമുക്ക് മുമ്പിൽ പുലരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സദഖത യാ റസൂലല്ലാഹ്. നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ടാണ് ഈ സുന്നികൾ മുശ്രിക്കുകളാണെന്ന് അവർ പറയുന്നത്? അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു എന്നാണ് ഇതിന് കാരണമായി ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിമീങ്ങൾ ആരും തന്നെ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നില്ല. കാരണം വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ ഒരു ആശയമാണ്, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ ആരോടും ദുആ ചെയ്യരുത്. വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമല്ലേ? ചില മുജാഹിദ് സുഹൃത്തുക്കൾ അബദ്ധവശാൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്
ഖുർആനിൽ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യരുത് എന്ന് എത്ര ആയത്തുകളാണുള്ളത്. എന്നിട്ടും ഈ മുസ്ലിയാക്കൾ അവരുടെ ഉദരപൂരണത്തിന് വേണ്ടി ഈ ആയത്തുകളൊക്കെ മറച്ചു പിടിക്കുകയാണ് എന്നാണ്. സഹോദര, അങ്ങനെയല്ല. അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യരുതെന്ന് വിശുദ്ധ ഖുർആനിലുണ്ട് എന്ന് പഠിച്ചവരാണ് ഞങ്ങൾ. പക്ഷേ പ്രശ്നം എവിടെയാണ്? ദുആഇന് നിങ്ങൾ സ്വന്തമായ ഒരു നിർവചനം നൽകി, എന്നിട്ട് ആ നിർവചനം അനുസരിച്ച ദുആ സുന്നികൾ ചെയ്യുന്നു എന്ന് പറയുകയും അങ്ങനെ ദുആഇന് ഇല്ലാത്ത സ്വന്തമായ ഒരു നിർവചനം പടച്ചുണ്ടാക്കി ആ ഒരു നിർവചനത്തിന് നമ്മുടെ മേൽ ആരോപിക്കുകയും അങ്ങനെ ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നു എന്ന് പ്രചരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ ദുആ ഉണ്ടല്ലോ, അത് മുസ്ലിംകൾ ചെയ്യുന്നില്ല. മറിച്ച് നിങ്ങൾ ദുആക്ക് ഒരു അർത്ഥം നൽകി. ആ അർത്ഥത്തിന്റെ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ഒരു ദിവസമാണിന്ന് എന്ന് നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കുക. ഇല്ല, ദുആഇന് ഇവർ പറയുന്ന നിർവചനങ്ങൾ പല കാലങ്ങളായി പല രൂപത്തിൽ ഇവർ പലതും പറഞ്ഞിട്ടുണ്ട്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രൂപത്തിലുള്ള സഹായാർത്ഥന, അഭൗതികമായ രൂപത്തിലുള്ള സഹായാർത്ഥന, സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള അർത്ഥന, അല്ല മനുഷ്യ കഴിവിനതീതമായ അർത്ഥന, ഇങ്ങനെ പല ഡെഫിനിഷനുകളും ഇവർ നൽകിയിട്ടുണ്ട്. എന്തായിരുന്നാലും ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതാണ് പ്രാർത്ഥന എന്ന്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വിഷയങ്ങൾ അല്ലെങ്കിൽ അഭൗതികമായ വിഷയങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരായത്തിലും 6000-ൽ പരം ആയത്തുകളുണ്ടല്ലോ ഖുർആനിൽ, ഒരായത്തിലും അല്ലാഹു തആല അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ വിവരിക്കേണ്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാ തദ്ഉ മഅല്ലാഹി അഹദാ എന്ന് പഠിപ്പിച്ച ഹബീബില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബ് എങ്ങാനും പറഞ്ഞിരുന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വിഷയങ്ങൾ അല്ലെങ്കിൽ അഭൗതികമായ വിഷയങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് അള്ളാന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ഹദീസ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. എന്നാൽ പിന്നെ ആരെങ്കിലും സഹാബികൾ ആരെങ്കിലും അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, അവരും പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് മുജാഹിദ് സെന്ററിൽ ഇവർ സ്വയം കൃതമായി മതമുണ്ടാക്കിയതിന്റെ പേരിൽ ഉണ്ടാക്കിയ ഒരു പ്രത്യേക ഡെഫിനിഷനായിരുന്നു. അതുകൊണ്ട് തന്നെ 2 പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ 2 തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ വാദം തെറ്റാണ് എന്നാണ് ഇവിടെ തെളിയിക്കാൻ പോകുന്നത്. അതോടുകൂടെ ഇവർ സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടി ഓതുന്ന ആയത്തുകളെല്ലാം ഔട്ടായി പോയി. ഇവരെന്തൊക്കെയാണ് ഓതാറുള്ളത്? ഇൻതദഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. സൂറത്ത് ഫാത്തിറിലെ ആയത്ത്. ഇതൊക്കെ ഓതുമ്പോൾ ഇത് മുജാഹിദുകളുടെ ആയത്താണ് എന്ന് ചില മുജാഹിദുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അല്ല സുഹൃത്തെ, വിശുദ്ധ ഖുർആൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അല്ല, ലോകത്തിനു വേണ്ടി അല്ലാഹു തആല അവതരിപ്പിച്ച ഖുർആനാണ്, വേദഗ്രന്ഥമാണ്. അതിൽ പറയുന്നത് എന്താ? ഇൻതദഉഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്യുകയാണെങ്കിൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യുകയുമില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്യുന്ന ഈ മഹാശിർക്കില്ലയോ അത് അവർ നിഷേധിക്കുകയും ചെയ്യുന്നതാണ്. ശുദ്ധ ഖുർആൻ. ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة. അള്ളാഹുവിന്റെ പുറമെ നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ ദുആ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരെക്കാൾ വലിയ അക്രമി ആരാണ്? വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്യുന്ന ആളുകൾ, അവൻ മല്ലാ യസ്തജീബു ലഹു, ആരോടാണ് നിങ്ങൾ ദുആ ചെയ്യുന്നത്? ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാത്ത ആളുകളോട്. ഖിയാമത്ത്